നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു റൂട്ടാണ് നന്നാറി. അപ്പം നന്നാറി വെച്ചിട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി ചൂട് സമയത്തൊക്കെ കുടിക്കും, നമ്മുടെ ബോഡി കൂളാക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നന്നാറി സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നന്നാറി സിറപ്പ് അല്ലെങ്കിൽ നറുനീണ്ടി സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ റൂട്ടാണ്, നന്നാറിയുടെ റൂട്ടാണ്. ഇപ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു റൂട്ടാണ് തിളച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നാറി നന്നായിട്ട് കുതിർത്ത് വെക്കുക. ഒരു മിനിമം ഒരു 5-6 മണിക്കൂർ കുതിർക്കുക. സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർക്കുക. കുതിർത്ത ശേഷം നന്നായിട്ടത് ചതച്ചെടുക്കുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, കുതിർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക. ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകുക. നന്നായിട്ട് മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് പോകുന്ന വരെ നന്നായിട്ട് കഴുകുക. കുതിർത്ത ശേഷം നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ചതയ്ക്കാനായിട്ട് ഇടികല്ലിട്ട് ചതയ്ക്കാം, അരകല്ലോ ഇടികല്ലോ വല്ല വെച്ചിട്ട് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിട്ട് ചതയ്ക്കാം. അത് മിക്സിക്ക് കേടാണ്, മിക്സി പെട്ടെന്ന് കേടാവും അങ്ങനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തോടു കൂടെ തന്നെയാണ് തിളപ്പിക്കാൻ പോകുന്നത്. പിന്നെ സാധാരണ കുറേ സമയം എടുത്ത് തിളപ്പിച്ചാണ് അതിൻ്റെ ഫ്ലേവർ ഇറക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിൽ നമ്മൾ സോക്ക് ചെയ്ത് ചതച്ച് വെച്ചേക്കുന്നത് ഇതേപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ കിട്ടും. ആ വെള്ളത്തോടു കൂടെ തന്നെ ചേർക്കുക. അപ്പോൾ നമ്മൾ ആ കുതിർക്കാൻ ചേർത്ത വെള്ളത്തോടു കൂടെ തന്നെ കുക്കറിലേക്ക് ഇട്ടു. ഏകദേശം 1 കപ്പോളം വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ മൊത്തം നമുക്ക് വേണ്ടത് 1 ലിറ്ററാണ്. 1.5 കപ്പോളം വെള്ളം ചേർത്തു. ഇനി ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. പ്രഷർ മൊത്തം പോയി കഴിയുമ്പോൾ തുറക്കാം. ഈ നറുനീണ്ടിക്ക് ഭയങ്കര ഒരു മണമാണ്, നല്ല സ്ട്രോങ് നല്ല മണമാണ്. ഈ ഒരു കളറാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. പിന്നെ അതൊക്കെ നമുക്കിനി പഞ്ചസാര ചേർക്കാം. വേണമെങ്കിൽ ഈ സമയത്തെ അരിക്കാം. നമുക്ക് അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഇറങ്ങേണ്ടതുകൊണ്ട് ഞാനിപ്പം അരിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അരിക്കാം. നമ്മൾ ഈ അളവിലേക്ക് പഞ്ചസാര 1 കിലോയാണ് ചേർത്തേക്കുന്നത്. 4 കപ്പ് പഞ്ചസാര ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന നന്നാറി എന്ന് പറയുന്നത് 50 ഗ്രാം നമ്മൾ എടുത്തേക്കുന്നത്. ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം, അതുവരെ അത് വഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്കിനി ബാക്കി 1 ലിറ്റർ വെള്ളം ചേർക്കാനായിട്ടുണ്ട്. മൊത്തം 1 ലിറ്ററാണ്, അതിൻ്റെ ബാക്കി വെള്ളം കൂടെ ചേർക്കാം. അപ്പം നറുനീണ്ടി നല്ല ചൂട് സമയത്ത് കുടിക്കാൻ നല്ലൊരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് നറുനീണ്ടി. ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ആയുർവേദിക് മരുന്നുകൾ കിട്ടുന്ന കടകളിലോ അല്ലെങ്കിൽ പച്ചമരുന്ന് കിട്ടുന്ന കടകളിലൊക്കെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് ആമസോണിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ 15 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഈ ഒരു ചെറുതായിട്ട് തിക്കായി, ഇത് പോരാ, കൂടുതൽ തിക്കാവണം. ഇനി നമുക്കിത് അരിച്ച് ഒഴിക്കാം. അതിൻ്റെ മാക്സിമം ഫ്ലേവർ ഇപ്പം ഈ ലിക്വിഡിനകത്തായിട്ടുണ്ട്. അപ്പോൾ എളുപ്പം പറ്റാനും കൂടിയിട്ട് ഞാൻ തുറന്നൊരു പാത്രത്തിലേക്ക് വെച്ച് കുക്ക് ചെയ്യുക. വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ലൊരു തിക്ക് സിറപ്പ് ആകുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നറുനീണ്ടി സിറപ്പ് കഴിക്കുമ്പോൾ പട്ടയുടെ ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. നമ്മളിപ്പോൾ ഒന്നും ഇടാണ്ട് നറുനീണ്ടി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ നേരം എടുത്ത് ഇത് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവ കോഫി ആറായിട്ടുണ്ട്.
എൻ്റെ ഹാഫോളമായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കിത് ഒരു 750 ml ഒക്കെ കാണത്തുള്ളൂ. അത്രയും തിക്കായി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, നല്ല തിക്ക്, ഒരു നൂൽ പരുവത്തിൻ്റെ പരുവായി. ഈ ഒരു പരുവായി ഓഫ് ചെയ്യാം. ഇത്രയും തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത കുറേ മാസങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പ്രിസർവേറ്റീവ് ഒന്നും ഇടാതെ തന്നെ സൂക്ഷിക്കാം. എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇതേപോലെ പത വരുമ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി മാറ്റണം. അങ്ങനെ മാറ്റിക്കണം. ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് കൂളായി കഴിഞ്ഞിട്ട് നമുക്കിത് ബോട്ടിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ നറുനീണ്ടി സിറപ്പ് എല്ലാം കൂളാക്കി എടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയേക്കുന്നത്. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, നല്ലതായിട്ട് ചൂട് ആറുമ്പോഴത്തേക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നറുനീണ്ടി സിറപ്പ് നമ്മൾ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി, ഏകദേശം അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 ml നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കിട്ടുക. ഈ ഒരു തിക്നെസ്സാണിപ്പോൾ. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ആ ചൂട് ഫുൾ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഒരു 3-4 മാസമൊക്കെ കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം. ആവശ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ച് സിറപ്പ് എടുക്കുക, കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ച് വെള്ളവും ചേർത്ത് അല്ലെങ്കിൽ സോഡ ചേർത്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ നറുനീണ്ടി സിറപ്പിന് ധാരാളം ഗുണങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മൾ ബോഡിയെ കൂളാക്കാനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നറുനീണ്ടി സിറപ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുക്കിംഗ് ടൈം കൂടുതലാണ് എങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളൊക്കെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.